എല്ലാവർക്കും ഗാലറി വേൾഡിന്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാരദാമ്മയെ കാണുന്ന ശാലിനിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളവും ആകെ ഇങ്ങ് സന്തോഷത്തിലാണ്. അന്നേരം ഇപ്പോൾ കരയാനുള്ള സമയമല്ല, ശാരദാമ്മ ഇങ്ങോട്ട് കയറി വന്നേന്ന് രാഘവൻ നായർ വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും എല്ലാവരും സന്തോഷത്തിലാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശാരദാമ്മയുടെ മകളല്ല, ശാലിനിയുടെ അമ്മയാണ് ശാരദാമ്മ. ഈ വീട് സത്യാമ്മയുടെയും സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ഒന്നുമല്ല, ശാലിനിയുടെയാണ്. IAS കളക്ടർ ശാലിനിയുടെ. ഈ വീടിൻ്റെ മുറ്റത്ത് കളക്ടറുടെ ബോർഡ് വെച്ച വണ്ടി ഇങ്ങനെ കാത്തു നടക്കും. പോലീസുകാരും എല്ലാവരും ശാലിനിയെ കാണാനായിട്ട് വരും. എന്നോട് ചോദിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞങ്ങ് തമാശ രൂപേനയും അഹങ്കാരത്തിലും ഒക്കെ രാഘവൻ നായർ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒക്കെ സന്തോഷമാവുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇവളെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കളക്ടർ ആക്കണമെന്ന് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ അച്ഛനില്ലാത്ത കുറവ് ഇപ്പോൾ രാഘവേട്ടനിലൂടെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ നോക്കുമ്പോൾ സത്യാമ്മ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരിയാണല്ലോ, ഭാമ എവിടെ എന്നും പറഞ്ഞ് ഭാമയെന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുകയാണ്. അതേസമയം ഫോൺ വയ്ക്കുന്ന സത്യഭാമയാണെങ്കിലും അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എല്ലാവരും കൂടിയും അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഭാമയെന്ന് വിളിക്കുമ്പോൾ ഭാമ ഇങ്ങനെ സത്യഭാമ ഹാളിലേക്ക് വരുന്നുണ്ട്. അന്നേരം അമ്മ അറിഞ്ഞോ എന്നും പറഞ്ഞ് വിഷ്ണു പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ചാനലുകാരൊക്കെ മുറ്റത്ത് വരികയാണ്. അന്നേരം ചാനലുകാരോ എന്നും പറഞ്ഞ് രാഘവൻ നായർ പുറത്തേക്ക് നോക്കുമ്പോൾ സത്യഭാമ ഇങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ് സത്യഭാമയെ ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ആ മൈക്ക് പിടിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. രണ്ടാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ തുടരെ ഓരോരോ ചോദ്യങ്ങൾ അങ്ങ് ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് പറയാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഞാൻ കടന്നുകൂടുമെന്നേ വിചാരിച്ചുള്ളൂ, രണ്ടാം റാങ്കൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം റോൾ മോഡൽ ആരാണ് സ്വപ്നം ഇട്ട് തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അമ്മയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, അമ്മയാണ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ മുഖം ഒന്ന് ചെറുതായിട്ട് വിഷമിക്കുകയാണ്. അന്നേരം ഒരു ഹോട്ടൽ നടത്തുകയാണ്, കുടുംബശ്രീ എന്നാണ് പേരെന്ന് പറയുന്നുണ്ട്. അന്നേരം ചായക്കട നടത്തുകയാണെന്നല്ലേ എന്നൊരു പെൺകുട്ടി ചോദിക്കുമ്പോൾ അത്രയ്ക്ക് താഴ്ത്തി കിട്ടുകയൊന്നും വേണ്ട, ഞങ്ങൾ മക്കളെ സ്വപ്നം കാണാനും മോഹങ്ങൾ ഇട്ട് തന്നതും അമ്മ തന്നെയാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് എത്ര മക്കളാണ് ചോദിക്കുമ്പോൾ ഞങ്ങൾ 3 പേരാണെന്ന് പറയുമ്പോൾ ഞാൻ ശ്യാമ എന്ന് പറഞ്ഞ് ശ്യാമ ഇടയ്ക്കൊക്കെ കയറുന്നുണ്ട്. പ്രീതിയും വിഷ്ണുവും ഒക്കെ രാഘവൻ നായരും ഒക്കെ സന്തോഷത്തിലാണ്. പക്ഷേ സത്യഭാമയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആകെ അങ്ങ് ദേഷ്യത്തോടു കൂടി ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് IAS തന്നെയല്ലേ ചോദിക്കുന്നുണ്ട്. അതേ പറയുന്നുണ്ട്. പിന്നെ IAS ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞതുപോലെ സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അതേ സന്തോഷത്തിലാണ് വിഷ്ണു നിൽക്കുന്നത്. തുടർന്ന് ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ മാരീഡ് ആണ്, ഇതാണ് വിഷ്ണുവേട്ടൻ ഹസ്ബൻഡ് എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ റിസോർട്ട് നടത്തുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് ആ ചോദ്യം ചോദിക്കുന്ന പെൺകുട്ടിയോട് വേറൊരു പയ്യൻ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വയ്ക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടാന്ന് ആ പെണ്ണങ്ങ് പറയുകയാണ്. തുടർന്ന് അവരിഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് അവർ തിരിച്ചങ്ങ് ഇറങ്ങുമ്പോൾ സത്യഭാമയെന്ന് ശ്രദ്ധിക്കുന്നില്ല. അവരങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും സത്യഭാമ ഉമ്മർത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം വീണ്ടും ചോദിക്കണം, എന്താ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെക്കണ്ടെന്ന് പറഞ്ഞതെന്ന്. അന്നേരം അതൊരു റിസോർട്ട് മുതലാളിയല്ലേ, എന്തിനാ ഫോട്ടോ വയ്ക്കുന്നത്, അവർക്ക് ഇതിലൊന്നും താല്പര്യം കാണില്ല എന്ന് ആ കുട്ടി കാണിച്ചത് മണ്ടത്തരമായി പോയി. IAS കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കല്യാണം പിന്നീട് പോരായിരുന്നോ, എങ്കിൽ പിന്നെ അതനുസരിച്ച് IAS IPS ഒക്കെ കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിലിങ്ങനെ സംസാരിക്കുന്നത് സത്യഭാമ കേൾക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നാൽ അവിടെ എല്ലാവരും കൂടി അങ്ങ് വളരെ സന്തോഷത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ചാനലുകാർ പെട്ടെന്ന് കയറി വന്നപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നൂടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയല്ലേ ആളിൽ വരാൻ കിടക്കുന്ന ഉദ്ഘാടനം, അനുമോദനം, ആശംസകളും ഒക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് പറയുകയാണ്. അന്നേരമാണ് സത്യഭാമ അങ്ങ് അകത്തേക്ക് വരുന്നുണ്ട്. ആ ചാനലുകാർ വെളിയിൽ നിന്ന് ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഭാമേ നിനക്കെന്താ ഒന്നും പറയാനില്ലേ ചോദിക്കുകയാണ്. അന്നേരം എന്താണെന്ന് ഇങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ശാലിനിക്ക് കളക്ടർ 2ാം റാങ്ക് IAS കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ താലപ്പൊലി എടുത്ത് സ്വീകരിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ്. അന്നേരം നിനക്കെന്താ സന്തോഷമില്ലാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കളക്ടറോ ആരോ ആയിക്കൊള്ളട്ടെ, അവൾക്കൊപ്പം നിൽക്കാനായിട്ട് എൻ്റെ മകന് പഠിപ്പോ വിവരമോ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ മനസ്സിലിരിപ്പോൾ എല്ലാവർക്കും വിഷ്ണു അങ്ങ് എന്താ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, എൻ്റെ മകനൊരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ, പക്ഷെ അതിൻ്റെ ലൈസൻസ് ഇപ്പോൾ ആരുടെ പേരിലാണെന്ന് ചോദിച്ചു നോക്കുന്നു. തുടർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് സത്യഭാമ പറയുകയാണ്, ഞാൻ തുടങ്ങിയ
തുടങ്ങിയ ഹോട്ടലിൻ്റെ ലൈസൻസ് ഇപ്പോൾ ശാലിനിയുടെ പേരിലാണ്. മറയ്ക്ക് അവളങ്ങ് അടിച്ചെടുത്തു ലൈസൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മയെ ഞാൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് വിഷ്ണു ഇടയ്ക്ക് കയറുന്നുണ്ട്. അന്നേരം ഒരക്ഷരം നീ മിണ്ടരുത്, അതെന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് കിട്ടാത്തത് പോലീസ് ക്ലിയറൻസ് അല്ലേ, നിന്റെ അമ്മ വിചാരിച്ചാൽ ഏത് ക്ലിയറൻസ് ആണ് കിട്ടാത്തതെന്നൊക്കെ നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു എന്തൊക്കെ പറഞ്ഞിട്ടും സത്യഭാമ അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. അവസാനം ശാലിനി പറയുന്നുണ്ട് അത് ഉദ്ഘാടനത്തിനെല്ലാം തയ്യാറായിരുന്നു, ആ ചന്ദ്രബോസ് ഉദ്ഘാടനം നടത്തിക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഏതിനും ഒരു ന്യായീകരണമുണ്ട്. നീ കളക്ടറോ ഫേഷ്കാറോ ആരോ ആയിക്കോ, എൻ്റെ മകൻ ക്രിമിനലും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് കൂടുതൽ അങ്ങോട്ട് സത്യമ്മ പറഞ്ഞത് കൂടുതൽ മനസ്സിലായില്ല, എങ്കിലും ശാലിനിയുടെ ഭാഗത്തുനിന്ന് എന്തോ തെറ്റ് സംഭവിച്ചു എന്ന്, പക്ഷെ അത് തിരുത്താമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായരും പറയുന്നുണ്ട് അതിനെന്താ ഹോട്ടലും സ്ഥലവും ഒക്കെ വിഷ്ണുവിൻ്റെ പേരല്ലേ എന്ന്. അന്നേരം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ലൈസൻസ് അവളുടെ പേരിലല്ലേ എന്നും പറഞ്ഞ് സത്യഭാമയങ്ങ് ആകെ ബഹളത്തിലാണ്. നീ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അവരുടെ മകനെ അങ്ങ് താഴ്ത്തിക്കെട്ടും, ശാലിനി അങ്ങ് ഉയർന്നു പോകും എന്നുള്ള രീതിയിൽ ആകെ അങ്ങ് വിഷമമാണ് അവിടെ സത്യഭാമയ്ക്ക്. തുടർന്ന് സത്യഭാമ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ പെരുമാറുന്നത്, എന്താ ഒന്ന് പറയൂ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ ശാലിനി ആണെങ്കിൽ വിടാൻ കൂട്ടാകുന്നില്ല, പിടിച്ചു നിർത്തുകയാണ്. സത്യമ്മ പറയും, സത്യമ്മയുടെ മനസ്സിലുള്ളത് പറയും, സത്യമ്മയുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴും സത്യഭാമ പറയുകയാണ് എന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ രാഘവേട്ടൻ്റെ അമ്മ പറഞ്ഞിരുന്നത് രാഘവേട്ടനെ തനിച്ചാക്കരുതെന്നാണ്. അപ്പോൾ രാഘവേട്ടൻ വീണ് പോയപ്പോൾ രാഘവേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഞാൻ നോക്കി, ബിസിനസ്സിലൊക്കെ വളർന്നപ്പോൾ എന്നെ കൗൺസിലാക്കാം, മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫർ വന്നതാണ്. എങ്കിലും നീ പറഞ്ഞതുപോലെ സങ്കടപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരിയൊക്കെ വിരിയിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ എനിക്ക് കുടുംബമായിരുന്നു പ്രധാനം. പിന്നീട് എനിക്കൊരു മകൾ ഉണ്ടായപ്പോഴും ഞാൻ അവളെ നല്ലൊരു കുടുംബം നോക്കാനാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് അവളുടെ ഭർത്താവ് ഇന്ന് അറിയപ്പെടുന്ന ഒരു വക്കീലായി മാറി എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്കാൻ കൂടെ വ്യക്തമാകണം. അന്നേരം സത്യാമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറയും, ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറയുമ്പോൾ എങ്കിൽ നീ നിന്റെ കളക്ടർ മോഹം ഉപേക്ഷിക്കണം, നീ കളക്ടർ ആവില്ല എന്നെനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ കൈനീട്ടുകയാണ്. അന്നേരം ശാലിനിക്ക് അതങ്ങ് ഷോക്കാവുന്നുണ്ട്. ശാരദാമ്മയും വിഷ്ണുവും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ശാലിനി ഇങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട് അത് ശാരദാമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ശാരദാമ്മയുടെ മക്കളുടെ സ്വപ്നമാണ്, ഭാമ നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നീ വാക്കുതാ എന്നും പറഞ്ഞിങ്ങനെ ഭാമ കൈ നീട്ടി തന്നെ നിൽക്കുകയാണ്. വിഷ്ണുവിനാണെങ്കിലും ഒന്നും പറയാമെന്നില്ല, വിഷ്ണുവും അതേ ഒരു ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്. അതിനേക്കാൾ സങ്കടപ്പെട്ട് ശാരദാമ്മയാണ് നിൽക്കുന്നത്. ശാലിനിയാണെങ്കിൽ സങ്കടത്തോടെ ശാരദാമ്മയെ നോക്കുമ്പോൾ ശാരദാമ്മ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും അന്ന് മുറ്റത്ത് സർക്കാർ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തോൾ ചേർന്ന് എൻ്റെ ഒപ്പം ഈ അമ്മ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ആ നിമിഷങ്ങളൊക്കെ ഓർത്തങ്ങ് ശാലിനി അങ്ങ് സങ്കടപ്പെടുകയാണ്. ശാരദാമ്മയും കരയുന്നുണ്ട്, ശാലിനിയും കരയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണുവും അതേ സങ്കടത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു അന്ന് കട്ടൻ കാപ്പി കൊണ്ടുവന്ന് പരീക്ഷ എഴുതാനായിട്ട് കൂട്ടിരുന്നതും സൈക്കിളിൽ കൊണ്ടുപോയതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനി വേണ്ടാന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ അവിടെ കൈ ഇങ്ങനെ മെല്ലെ ഉയർത്തുകയാണ്. ഉയർത്തി വന്ന് ഇങ്ങനെ സത്യഭാമയുടെ കയ്യിലേക്ക് വയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അന്നേരം സത്യഭാമയും വിഷ്ണു എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്, ശാലിനി അങ്ങനെ വാക്ക് കൊടുക്കും എന്നുള്ള ഉദ്ദേശത്തിൽ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സത്യഭാമ ചിലപ്പോൾ ഇനി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു റിസൾട്ടും വരാം, അതോ ഇനി ഉള്ളതാണോ എന്നും അറിയില്ല. എന്തായാലും നമുക്കത് നാളെ അറിയാം. ഓക്കെ, താങ്ക് യു.